ഓക്കെ. അപ്പോൾ ബി ഇപ്പോൾ വരുന്ന വാർത്ത ഒമാൻ കടലിലെ ചരക്ക് കപ്പൽ നേരെ ഇറാൻ ആക്രമണം നടത്തി എന്നുള്ളതാണ്. അതിൽ ഈ യുദ്ധം ഏതാണ്ട് അവസാനിക്കുന്നൊരു സൂചന നൽകിയപ്പോഴാണ് വീണ്ടും ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. ഒമാൻ പുതിയ ഓർമൂസ് റൂട്ട് അനുവദിച്ചതിൽ ഇറാന് വല്ലാത്ത എതിർപ്പുണ്ടെന്ന് അറിയുന്നു. അതിൻ്റെ പേരിലാണ് ഈ ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പി കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ പറഞ്ഞു തന്നെയാണ് ഏതാണ്ട് പ്രധാനപ്പെട്ട കാരണം ഇറാൻ അല്പം ഒന്ന് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ സംഭവവാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളിലുണ്ടായിരുന്നു. ബഹ്റിനിൽ GCC യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഹോർമോസ് കടലിടുക്ക് ഒരു രാജ്യത്തിൻ്റെയും സ്വന്തമല്ല. ഇറാൻ സ്വന്തമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെയും സ്വന്തമല്ലാതെ എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ആ തരത്തിൽ ഒന്നും അമേരിക്ക അനുവദിക്കില്ലെന്ന് GCC രാഷ്ട്രത്തലവന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ലൈവായിട്ട് മാർക്കോ റൂബിയോ സംസാരിച്ചതാണ്. അതിന് പിറകെയാണ് ഒമാനും ഇറാനും ചേർന്നാണ് ഹോർമോസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഉള്ളത്. കാരണം അവർക്ക് അവരുടെ റൂട്ടിലൂടെയാണ് അല്ലെങ്കിൽ അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഒമാൻ വേറൊരു കാര്യം ചെയ്തു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പുതിയ ഒരു റൂട്ട് കണ്ടെത്തി. അപ്പോൾ ഒമാൻ്റെ തീരത്തിനടുത്തുകൂടെ കടന്നു പോകാം. അപ്പോൾ ഇറാൻ ടച്ച് ചെയ്യണ്ട. അപ്പോൾ ഇറാന് വല്ലാത്ത ഒരു ഇറിറ്റേഷനായി. കാരണം ഇറാൻ്റെ പിന്തുണയില്ലാതെ നിയന്ത്രണമില്ലാതെ കപ്പലുകൾ കടന്നു പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമാധാന കരാറിൽ ചെലുത്തുന്ന സ്വാധീനം ചെലുത്താൻ പറ്റില്ല. ഹോർമോസ് വെച്ചാണ് വിലപേശുന്നത്. ഹോർമോസ് കടലെടുക്കാണ് ഇറാൻ്റെ വെപ്പൺ, ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ അങ്ങനെ പുതിയ റൂട്ടിലൂടെ പോയാൽ അപകടമായിരിക്കുമെന്ന് ഇറാൻ ഇന്നലെ മുന്നറിയിപ്പ് നൽകി. ആ റൂട്ടിലൂടെ കടന്നുപോയ സിംഗപ്പൂർ പതാകയുള്ള കപ്പൽ, വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടത്തി. അതേ തുടർന്ന് UN ഏജൻസി, മാരിടൈം ഏജൻസി, ഐക്യരാഷ്ട്രസഭയുടെ കപ്പലുകൾ അകമ്പടി സേവിക്കുന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരത് നിർത്തിവെച്ചു. ഹോർമോസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷമായിരിക്കുന്നു. അപ്പോൾ ഇറാനെതിരെ പ്രതികരണവുമായിട്ട് അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ ഒന്നിൻ്റെയും പിന്തുണ ഇറാനില്ല. ഹോർമോസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നതിലും ഫീസ് ചുമത്തുന്നതിലും ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എസ്കേൻ, അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഹോർമോസ് കടലിടുക്കിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും തുടരുകയാണ്. അതിൻ്റെ പേരിൽ 2% എണ്ണവില കൂടിയിട്ടുണ്ട്. പക്ഷേ എണ്ണവില വളരെ താണ് $74 വരെ എത്തി. അത് വലിയ ആശ്വാസകരമാണ്. വിമാന കമ്പനികളോടൊക്കെ കാശ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ വിലയും പാചകവാതക ഇതൊക്കെ പല രാജ്യങ്ങളിലും കുറച്ചു. ഇന്ത്യയിൽ കുറച്ചതായിട്ട് റിപ്പോർട്ട് വന്നില്ല. എന്തായാലും അത് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. SKN എന്തായാലും യുദ്ധം ആയിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, SKN അമേരിക്കൻ സെനറ്റിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ട്രംപ് അവിടെ തനിക്കെതിരെ വോട്ട് ചെയ്ത ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങ് ചീത്ത വിളിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ ഈ ലുസിയാന സെനറ്റർ ബിൽ കാസിയോട് പറഞ്ഞത് താനൊക്കെ എന്തിനാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കയറി താൻ എന്തിനാണ് പോയി ഡെമോക്രാറ്റുകളുടെ കൂടെ വോട്ട് ചെയ്തത്. ഇപ്പം കാസിഡി തിരിച്ചടിച്ചു. രണ്ടുപേരും തമ്മിൽ വളരെ ചീത്ത വിളിയും ശകാരവും വാഗ്വാദവും നടന്നു. അവസാനം ഇരിക്കാൻ പറഞ്ഞു കാസിഡിയോട് പ്രസിഡന്റ് ട്രംപ്. താൻ പോയി പണി നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ അമേരിക്കയിലെ ഈ സ്വന്തം പാർട്ടിക്കാർ തന്നെ ട്രംപിനെതിരെ തിരിയുന്നു എന്നുള്ളൊരു പുതിയ സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇറാനിൽ കയറി ബോംബിടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഇറാൻ ഈ ലിവറേജ് ഉപയോഗിക്കുന്നത്. അതിനിടയിൽ SKN ലെബനോനിൽ ഇസ്രായേൽ അമേരിക്ക പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവർ വീണ്ടും ആക്രമണം നടത്തുകയാണ്. ആർട്ടിലറി ഷെല്ലടിച്ചു, മിസൈൽ അടിച്ചു, നിരവധി പേർ കൊലപ്പെട്ടിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്ത വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ലെബനോനിൽ സംഘർഷം തുടരുകയാണ്. എന്നാലും ആസ് എ ഹോൾ എടുക്കുമ്പോൾ സമാധാന കരാർ നിലവിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.